തമിഴിൽ നിന്ന് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വന്നിട്ടുണ്ട്. സോ ഒരു ലോഡ് പടങ്ങൾ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് വരുന്നുണ്ട്. ഇതും അതും തമ്മിൽ എന്താ വ്യത്യാസം, എന്തുകൊണ്ട് കാണണം? വ്യത്യാസം ഇருக்கு. നമ്മുടെ ആക്ഷൻ കിങ് അർജുൻ ആളാണ് ഇതില് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പടം കാണാൻ വിചാരിച്ചത്. ആൻഡ് ഫീമെയിൽ ലീഡായിട്ട് ഐശ്വര്യ രാജേഷ് ആണ്. ഇപ്പോഴത്തെ ആളുടെ പടങ്ങൾ നോക്കണ്ട, കുറച്ച് മുമ്പൊക്കെ ആളുടെ പടങ്ങളൊക്കെ കിടു പടങ്ങളായിരുന്നു. ത്രില്ലേഴ്സ് ആയാലും കണ്ടന്റ് ബേസ്ഡ് പടങ്ങളായിരിക്കും. ഇപ്പൊ ചാച്ചി പടങ്ങൾ ചെയ്യാത്താണോ, പടങ്ങൾ കിട്ടാത്താണോ, ഐ ഡോണ്ട് റിയലി നോ. പക്ഷെ ഈ സിനിമയിലെ ഏറ്റവും വലിയ നെഗറ്റീവ് ഐശ്വര്യ രാജേഷ് ആയിരുന്നു. ആൻഡ് സിനിമയുടെ പേര് തീയവർ കൊലകൾ നടുങ്ക. നടാൻ ഇതെന്താണ്, ചെടിയാണോ? എന്റെ പൊന്നണ്ണ, ഇത് എന്തോന്ന് ഇത് പേര്? ഈ OTT പ്ലാറ്റ്ഫോമിന്റെ ഹോം പേജിൽ ഈ പടം കണ്ടില്ലെങ്കിൽ ഇതൊക്കെ സ്പെല്ലിംഗ് അടിച്ചിട്ട് ഏത് നൂറ്റാണ്ടിൽ കണ്ടുപിടിക്കാൻ? നമ്മൾ എന്താ പറയുക, സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷൻ ആണോ ഇരിക്കുന്നത്? ചിലതിലാണ് വെച്ച സ്പെല്ലിംഗ് കറക്റ്റായി അടിച്ചാൽ മാത്രമേ വരൂ. വല്ലാത്തൊരു ചെയ്ത്തായി പോയി. ആൻഡ് നമ്മൾ ഐശ്വര്യ രാജേഷ് ഒരു സമയത്തൊക്കെ കിടു പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്. പിന്നെ മലയാളത്തിൽ വന്നിട്ട് ആൾ ഇടയ്ക്ക് ഹർ എന്ന് പറഞ്ഞൊരു സിനിമയോ സീരീസോ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോകോൾഡ് ഫെമിനിസം പറഞ്ഞ് നടക്കുന്ന സൂഡോ ഫെമിനിസ്റ്റിന്റെ ഒപ്പം. ഇതിപ്പോ മറ്റേ കൊറോണ വൈറസ് പോലെ കുറച്ച് സൂഡോ ഫെമിനിസം ചാച്ചിക്കും പകർന്നു എന്നാണ് തോന്നുന്നത്. എന്തിന് അർജുൻ, എന്തിന് ആൾക്കാരെ അടിക്കണം? ഞാൻ അടിച്ചാൽ പവർ ഹൗസ്, ഞാൻ അടിച്ചാൽ താങ്കമാട്ടെ. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ചേച്ചി ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ബാലയ്യ സിൻഡ്രം, അതാണ് ആ ചേച്ചിക്ക് ഈ സിനിമയിലുള്ളത്. എനിക്ക് തോന്നുന്നില്ല മിച്ചൽ ജോൺസന് പോലും പെർത്തിലെ പിച്ചില് ഇത്രയും ബൗൺസ് കിട്ടില്ല. ഇങ്ങനെ ഒരു തള്ള് ഡും ടക്ക് ഇതാണ് ഈ സിനിമയിൽ ഫുള്ള് ഉള്ളത്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ആദ്യം ഒരു കൊലപാതകം നടക്കും. ആ ഒരു സീനില് ആ കില്ലറിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് ആരായിരിക്കും. 100% കട്ടായം. എന്നിട്ട് ഇന്റർവെല്ലില് വലിയ മാസമായിട്ട് ഈ സാധനം കാണിക്കുന്നുണ്ട്. ആര് ഞെട്ടാനാണ് ഇതൊക്കെ കണ്ടിട്ട്? അല്ല അറിയാൻ ചോദിക്കുകയാണ്. ആൻഡ് ഐശ്വര്യ രാജേഷ്, വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ? ആക്ഷൻ കിങ് അർജുനൊക്കെ അങ്ങോട്ട് മാറി നിൽക്കട്ടെ, ഞാൻ അടിക്കും, കിങ് വേണമെങ്കിൽ കാണട്ടെ. ഫൈറ്റ് പേട്ട ഫൈറ്റ് എന്തോന്നിത്? ഇതിൽ ആള് കളരി പഠിച്ച പോലെ എന്തൊക്കെയാ കാണിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ കളരി മര്യാദയ്ക്ക് പഠിക്കുക, അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കാതിരിക്കുക. ഈ തൊട്ടാ പറക്കണത് എന്താ, മറ്റേ ISRO നാസ വിക്ഷേപണോ? ആൻഡ് ഇതില് ഒരു അവിഞ്ഞ റൊമാൻസ് ഉണ്ട്. ത്രില്ലർ പറഞ്ഞ ത്രില്ലറിൽ എന്ത് തേങ്ങാൻ റൊമാൻസ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഇടയ്ക്ക് ഇറങ്ങിയ ത്രില്ലേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വേസ്റ്റ് പടം. റൊമാൻസ് എങ്ങനെയാണെന്ന് അറിയോ? എന്താണ് ഈ ചെടിക്ക് രാത്രി വെള്ളം ഒഴിക്കാത്തതെന്ന് അറിയോന്ന് ചോദിക്കുമ്പോ അവൻ പറയാണ് ചെടിക്ക് ജലദോഷം വരുന്നു. ചിരിക്കണ മതിയാ? എന്തോന്നിത്? ഇതൊക്കെ ഏവന്റെ തലയിൽ വരുന്നത് മനസ്സിലാക്കി. ഈ സിനിമയുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സീന് മതി. പിന്നീട് അങ്ങടെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു ചോദിച്ചപ്പോ ഇവന്റെ അമ്മയ്ക്ക് വയ്യാത്ര, അപ്പൊ ഇവ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു അത്ര. ബെസ്റ്റ്. ആ ചെക്കൻ പൊട്ടനാണ് വെച്ച് ലോക പൊട്ടി, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. രണ്ടിന്റെ തലയിൽ മൂളിയില്ല. അങ്ങനത്തെ 2 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ വൻ വെറുപ്പിക്കലായിരുന്നു. അർജുന് പിന്നെ ഒന്നും ചെയ്യാനില്ല. അർജുൻ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അർജുനെ കൊണ്ടുവന്നാണ് തോന്നുന്നു. അങ്ങനെ അങ്ങോട്ട് ഒരു 4 മീറ്റർ നടക്കുന്നുണ്ട്, ഇങ്ങോട്ട് ഒരു 100 മീറ്റർ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങേരെ വർക്ക്ഔട്ടും കഴിഞ്ഞു. ഇടയ്ക്ക് പറഞ്ഞു ലിഫ്റ്റിൽ പോവാ, വേണ്ട സ്റ്റേക്കേഴ്സ് കൂടെ പോവാ, അതൊക്കെ പറയുന്നു. വർക്ക്ഔട്ടിന് വേണ്ടി വന്നാണ് അർജുൻ ഇതില്. ആക്ഷനൊക്കെ ഐശ്വര്യ രാജേഷ് ആണ് ഇതിൽ ചെയ്യുന്നത്. ഒരു പരട്ട പടം. സീരിയസ്ലി സ്പീക്കിംഗ്, ഈ പടം ഇവിടെ അടുത്ത തിയേറ്ററിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ കാണാൻ പോണം പറഞ്ഞിരുന്നാണ്. കാരണം അർജുൻ ഐശ്വര്യ രാജേഷ് ത്രില്ലർ, ഇതിലെ മികച്ച കോംബോ സ്വപ്നങ്ങളിൽ മാത്രം. പക്ഷെ അത് വല്ലാത്തൊരു നൈറ്റ് മെയർ ആയി മാത്രം. പക്ഷെ ഞാൻ പോയ സമയത്ത് അവിടെ സിനിമ കാണാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്റെ പൈസ പോയില്ല. OTT കണ്ടുകൊണ്ട് എന്റെ സമയം പോയി. നെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിനാണ് സ്ട്രീം ചെയ്യുന്നത്. വേസ്റ്റ് പടം. സീരിയസ്ലി സ്പീക്കിംഗ് ഭയങ്കര ഒരു വേസ്റ്റ് പടമാണ്. ഇത് നമുക്ക് എല്ലാം പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ ഒരു അവിഞ്ഞ നായകനുണ്ട്, അവിഞ്ഞ നായികയുണ്ട്. പിന്നെ അവരുടെ റൊമാൻസ് ഭയങ്കര ഒരു ഊച്ചാളി റൊമാൻസ്. തള്ള പറയും മകൻ ഐശ്വര്യ രാജേഷിന്റെ അടുത്ത്, നായകന്റെ, അവനെ ഒന്ന് കൊന്നു തരുമോ? ഇത് എന്താ മറ്റേ താളവട്ട സിനിമയെ? ഇതില് വില്ലനായിട്ട് ഒരുത്തനുണ്ട്. അതായത് ഈ അപ്പാർട്ട്മെന്റിന്റെ ഓണർ ആയിട്ട് ഒരാൾ, അയാളുടെ മകൻ. ഇവരെയൊക്കെ എനിക്ക് മനസ്സിലാവാത്ത, റോട്ടിൽ കൂടെ പോണവരെയൊക്കെ പിടിച്ച് അഭിനയിപ്പിച്ചതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിന് പ്രൊഡ്യൂസർ ഉണ്ടാവില്ല, ഇവരെന്നൊക്കെ കാശ് മേടിപ്പിച്ച് അഭിനയിപ്പിച്ചതായിരിക്കും. ഒന്നുമില്ല. അർജുനൊക്കെ എന്ത് കണ്ടിട്ട് ഈ പടത്തിൽ കയറി അഭിനയിച്ചു എന്നാ മനസ്സിലാവാത്തത്. അങ്ങേരെ ഈ മറ്റേ സ്ലോ മോഷൻ പരിപാടിയൊക്കെ കൊള്ളാം. മ്യൂസിക് ദാരിദ്ര്യം പിടിച്ച മ്യൂസിക് വർക്ക്. പാട്ടൊന്നും 10 പൈസയ്ക്ക് കൊള്ളില്ല. പിന്നെ ഇവര് റൊമാൻസ് ആണല്ലോ, കൂടുതലൊന്നും പറയണ്ടല്ലോ. യൂഷ്വലി ഐശ്വര്യ രാജേഷ് നല്ല വൃത്തിക്ക് പെർഫോം ചെയ്യുന്നതാണ്. ഇത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമയിലെ ഏറ്റവും വലിയ നെഗറ്റീവ് അല്ലെങ്കിൽ മിസ്കാസ്റ്റ് ഐശ്വര്യ രാജേഷ് ആണ്. ഒന്നിനും കൊള്ളാത്ത പടം. വേണ്ടവർ കണ്ടു നോക്കാം. എനിക്ക് ഒട്ടും വാക്കാവാത്ത ഒരു സിനിമയാണ്. ചിലവർക്ക് ഇത് വൻ കിടു പടമായിട്ട് തോന്നും.
കാണുകയാണെങ്കിലും ഓൾവേസ് ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ. തീയവർ കൊലകൾ നടുങ്ക സൺ എക്സ് OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ.